കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിന് മുകളിലൂടെ താഴ്ന്നും ഉയർന്നും പറന്ന് നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഗംഗ എക്സ്പ്രസ് വേയിൽ നടു റോഡിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച, മനോഹരമായ കാഴ്ച. രാവും പകലും നീണ്ടു നിന്ന ഒരു വ്യോമാഭ്യാസമായിരുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും കരുതിയത് അത് നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു പതിവ് വ്യോമാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാക്കിയത് പാകിസ്ഥാനികൾ തന്നെ ആയിരുന്നു. ഈ ഒരു അഭ്യാസ പ്രകടനം അനൗൺസ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് പറഞ്ഞത് 2 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും ആവശ്യ സാധനങ്ങളും കരുതുവാനാണ്. ഒപ്പം തന്നെ 300 കോടി രൂപയുടെ ഒരു പാക്കേജ് കൂടി POKക്ക് അനുവദിച്ചു. അതായത് ഈ മരുന്നുകളും മറ്റും വാങ്ങുന്നതിനും ഒപ്പം തന്നെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റും. അതായത് പാകിസ്ഥാൻ്റെ അനുമാനം കറക്റ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ യുദ്ധ വിശകലനം ചെയ്യുന്ന വിദഗ്ധർ മറ്റുമൊക്കെ പറയുന്നത്. കാരണം ഈ യുദ്ധം വലിയ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ, അതായത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ പല വിമാനത്താവളങ്ങളിലും ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അടിയന്തര ലാൻഡിങ്ങിനായിട്ട് ഇത്തരം എയർ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ഹൈവേയിൽ തന്നെ ലാൻഡ് ചെയ്യുകയും അവിടുന്ന് പറന്നുയരുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി പല രാജ്യങ്ങളും അവലംബിക്കാറുമുണ്ട്. അത് സാധാരണഗതി യുദ്ധത്തിൻ്റെ ഒരു 3ാം ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഈ ഒരു എക്സ്പ്രസ് വേയിൽ കൂടി നമ്മൾ സൈനികാഭ്യാസം നടത്തിയപ്പോൾ പാകിസ്ഥാന് ഒരു കാര്യം തീർച്ചയായി, കേവലം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് ഇന്ത്യ നിർത്താൻ പരിപാടിയില്ല. ഏതായാലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ജനതയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കുറഞ്ഞത് 2 മാസത്തേക്കെങ്കിലുമുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ കരുതണം എന്ന്. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വ്യോമാഭ്യാസ പ്രകടനത്തിൽ റഫേൽ, സുഖോയ് 30, MKM മിറാജ് 2000, MiG-29, ജാഗർ, C-130J സൂപ്പർ ഹെർക്കുലിസ് തുടങ്ങിയ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അടക്കം അതിൽ പങ്കെടുത്തിരിക്കുന്നു. അനവധി യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെ ഈ ഒരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഹൈവേകളുണ്ട്. എയർ സ്ട്രിപ്പുകളായിട്ടും ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം ഹൈവേ വികസനം നടന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.